ഞങ്ങളിനി നേരെ വീണ്ടും കിച്ചണിലോട്ട് പോയിട്ട് സോപ്പ് ഉണ്ടാക്കുന്നത് നോക്കാൻ പോവാണ്. ഈ കിച്ചണിലോട്ട് നമ്മൾ പോകുന്ന വീട് എൻ്റെ വീടിനടുത്തുള്ള പുത്തൻകാട്ടിൽ നസീറിൻ്റെ 65 വർഷം പഴക്കമുള്ള തറവാട് വീടാണ്. ആ തറവാട് വീട് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പഴയ കാലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഫങ്ഷണലായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്നവരത് എയർബിഎൻബിക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ഒരു ദിവസമോ 2 ദിവസമോ താമസിക്കാൻ പറ്റാവുന്ന രീതിയിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് എയർബിഎൻബി ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ പഴയൊരു വീഡിയോയിൽ കണ്ടതാണ്. ചെറുതായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം, എന്നിട്ട് നമ്മൾക്ക് സോപ്പ് ഉണ്ടാക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുമ്മൽ കാലെടുത്ത് വെക്കാൻ തോന്നുന്നില്ല, കാരണം അത്രത്തോളം പോളിഷ്ഡ് ഗ്ലിസനിങ് സ്റ്റെപ്പാണ്. ഇത് ഇടിയുണി അല്ലേ? ഇടിയുണി ഇത് ഞാൻ ഇഷ്ടം പോലെ ഉണ്ണിയിട്ടുള്ളതാണ്. ഇതാ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനമാണ്. ഉപ്പുമാരി എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഉപ്പ് സ്റ്റോർ ചെയ്യുന്ന ഇതാണ്. ഇത് മോൾഡ് അല്ലേ? സിലിക്കൺ. ഇത് നമ്മൾ എയർബിഎൻബിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് മോൾഡ് വെക്കും. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതിനകത്ത് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു അളവ് വെള്ളത്തിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വെക്കണം. അളവൊന്നും പറയില്ല, അവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു സീക്രട്ട് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ അളവ് വെച്ചിട്ട് അത് നമ്മൾ നല്ല വെള്ളം ഇതിടുമ്പോൾ തന്നെ നല്ല തിളച്ച ചൂടായിരിക്കും. അപ്പോൾ ഒരു 5-8 മണിക്കൂർ കഴിഞ്ഞാൽ തണുക്കും. തണുത്ത ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അതായത് സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം, ഓയിലും ഈ വെള്ളം ഇതിൻ്റെയും സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം. ഇത് വെളിച്ചെണ്ണയും കുറച്ച് ഓയിലും കൂടെ. ഇതൊരു സീക്രട്ട് ഇതാണ്. അതായത് നമുക്ക് ദന്തപാലയുണ്ട്, കൂടെ തന്നെ വേറെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഇതിൻ്റെ എണ്ണയും കൂടെ ചേർത്തിട്ടുള്ളതാണ്. ജഡി ബൂട്ടി എന്ന് പറയുന്ന സാധനങ്ങൾ, എല്ലാ സസ്യങ്ങളുടെ ഇതല്ലേ? ദന്തപാലയുണ്ട് ഇതിനകത്ത്. അതിൻ്റെ അത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ ആ പിഴിഞ്ഞ ശേഷമുള്ള ആ ഒരു ഇല പൊടിച്ചെടുക്കുന്നതാണ്. ഇതിനകത്ത് വേറെ 2-3 എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ ഇത് ഒലിവ് ഓയിൽ. ഇത് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഫ്രാഗ്രൻസ്. അത് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു അത്ര ഉണ്ടാക്കുന്ന ഒരു പാർട്ടി ഉണ്ട്, അവരുടെ അടുത്ത് തന്നെ എടുക്കുന്നത്. മുരിങ്ങയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെ സെൻറ്റുകളാണ് കൊടുക്കുന്നത്? ഇല്ല, നമ്മൾ ഇത് എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് വരും. അപ്പം നമുക്കൊരു അത് ബൾക്കായിട്ട് എടുത്താലേ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒരു 1 ലിറ്റർ 2 ലിറ്റർ ഒക്കെ വാങ്ങണം. അപ്പോൾ പല ഫ്ലേവേഴ്സ് ആയി കഴിഞ്ഞാൽ സ്മെല്ലിന് നമുക്ക് അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് കൂട്ടേണ്ടി വരും. നമ്മൾ റേറ്റ് അത് ഇല്ല, സ്മെല്ല് ഒന്നായിരിക്കും, അഡിറ്റീവ്സ് മാറ്റി മാറ്റി. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കപ്പോൾ? നമ്മൾ ഫസ്റ്റ് ഇത് ആദ്യം ഓയിൽ ഒഴിക്കും. മരച്ചക്കിലാട്ടിയതായിരിക്കും അല്ലേ? ആട്ടുന്നിടത്ത് നിന്ന് വാങ്ങിക്കുന്നതാണ്. നമ്മുടെ ആസിഫിൻ്റെ മില്ലിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇത് ആരും സീക്രട്ട് ഒന്നും കണ്ടുപിടിക്കേണ്ട, എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞാൽ അത്രത്തോളം ചേർക്കുന്നുള്ള മൂപ്പര് പറയുന്നില്ല. ഓക്കെ. പിന്നെ ഇത് ഒലിവ് ഓയിൽ, ഇതൊക്കെ അളന്ന് വെച്ചിരുന്നതാണ്. ഒലിവ് ഓയിലൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ ഇതിന് ഇത്ര അല്ലേ നല്ല സോപ്പായി മാറുന്നത്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റാവും. ഞാൻ ഒലിവ് ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റാവും. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അപ്പോൾ ഇത് എൻ്റെ സിസ്റ്ററിലോ ഉണ്ട്, എൻ്റെ ഇളയ ബ്രദറിൻ്റെ വൈഫ്, പുള്ളിക്കാരത്തി പഠിപ്പിച്ചിരുന്നത്. ഇതിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഒഴിച്ചു കട്ടിയാവും, അത് ഒഴിച്ച് അതിന് ഫ്രാഗ്രൻസ് ലാസ്റ്റ് ഒഴിക്കണം. ഞാൻ ആകെ 2 ഒഴിച്ചിട്ടുള്ളൂ. ഞാൻ എന്തോ സോപ്പ് ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. മൊത്തം ഒഴിച്ചോളൂ.
ഇനി വേഗം ഒഴിച്ചില്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. ആ ഈ അളവിലാണ് കാര്യം. ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു അളവിലാണ്. അല്ലെങ്കിൽ ഇത് ചിലപ്പം കട്ടിയാവാതെ പോകും, അല്ലെങ്കിൽ ഇത് ഒഴിക്കുമ്പോൾ തന്നെ വല്ലാതെ കട്ടിയാവും. അങ്ങനെ സോപ്പ് നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മോൾഡുകളിൽ നിറച്ചു. ഇത് കറക്റ്റ് ടൈമിൽ പെട്ടെന്ന് തന്നെ നിറക്കണം അല്ലേ? ഇതിന് എത്ര സമയം പിടിക്കും? ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ സെറ്റായി. പിന്നെ പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റില്ല. യൂസ് ചെയ്യണമെങ്കിൽ ഒരു 2 വീക്സ് കഴിയണം. എന്നാലാണ് നമ്മുടെ ഈ ഓയിലിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡ് അത് രണ്ടും കൂടെ വന്ന് ഓയിലിലേക്ക് അത് ചേഞ്ച് ആവത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ആ ഫ്രാഗ്രൻസും സോഡിയം ഹൈഡ്രോക്സൈഡും മാത്രമാണ് ഒഴിച്ചത്. പക്ഷേ ഞാൻ സോപ്പ് ഉണ്ടാക്കി വെച്ച പോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പാണ്. നമുക്ക് ഹാർഡനിങ്ങിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചോക്ക് പൗഡർ എന്നൊക്കെ പറഞ്ഞാൽ ആഡ് ചെയ്യാം. പക്ഷെ അത് ആഡ് ചെയ്യുമ്പം നമുക്ക് നാച്ചുറൽ ആവത്തില്ല. നിങ്ങൾക്കിതിപ്പോൾ ആമസോണിൽ ഡയറക്റ്റ് സെയിലാണോ അതോ? അല്ലല്ല, നമുക്കൊരു ആള് നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു ഡയറക്ടറെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ ചെയ്ത് കാണിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് അവർ സെയിൽ. വോളിയം ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ? ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡയറക്റ്റ് ഇവിടെ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിലും അങ്ങനെ കൊടുക്കുന്നില്ല? പിന്നെ കൊടുക്കുമല്ലോ. അപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സെയിൽ ചെയ്യാറുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഷെറിൻ അവരെല്ലാം സ്ഥിരം എടുക്കും. ഈ ഒരു കട്ടയ്ക്ക് എത്ര രൂപ വരും? ഇതിന് ഈ സോപ്പിന് 80 റുപ്പീസ്. പിന്നെ അലോവേര ഉണ്ട്, ഹണി അങ്ങനത്തെ ചിലതൊക്കെ ആകുമ്പോൾ 60 റുപ്പീസ്. അത്രേ ഉള്ളൂ. അല്ല, ഞാനിപ്പോൾ ലോക്സിറ്റാൻ അറിയില്ലേ? ലോക്സിറ്റാൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. അതിൻ്റെ സോപ്പിനൊക്കെ 250-350 ആ റേഞ്ചിലൊക്കെയാണ് നാച്ചുറൽ സോപ്പിന് ഉള്ള വില. കാമയുടെ ഒക്കെ കണ്ടില്ലേ, ഭയങ്കര വിലയല്ലേ? ഏകദേശം സെയിം പ്രോസസ്സാണ് അവരും ചെയ്യുന്നത് ആയിരിക്കാം. പക്ഷേ ഇതാണ് നമുക്ക് അതനുസരിച്ച് വില കൂടിയ ഇതുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അനുസരിച്ച് ക്വാളിറ്റി കൂട്ടുമ്പോൾ നമുക്ക് റേറ്റ് കൂടും. പക്ഷെ നമ്മൾ ഈ കൊടുങ്ങല്ലൂർ എന്നിട്ട് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അതിനൊക്കെ. ഞാൻ എൻ്റെ വൈഫിനോട് മൂപ്പര് നന്നായിട്ട് ബേക്ക് ചെയ്യും. അങ്ങനെ ഒരു ദിവസം കുക്കീസ് ഉണ്ടാക്കിയിട്ട് എൻ്റെ ബോസ് വീട്ടിൽ വന്നപ്പോൾ കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, ദിസ് ഇസ് അമേസിങ്, യുനോ, റിസോർട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല കുക്കീസ്. പക്ഷെ നമ്മൾക്കത് പുറമേക്ക് ഇവിടെ നാട്ടിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ചാർജ് മേടിക്കേണ്ടി വരും. ഇപ്പോൾ ലൊപ്പേരയുടെ മക്രോൺസ് ഒക്കെ വാങ്ങുന്ന പോലെ ഭയങ്കര കാശാവും. നന്നായിട്ട് എസെൻഷ്യൽ ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് എനിക്ക് ഒട്ടും മുതലായിരുന്നില്ല. അപ്പം നമ്മളടുത്ത് സ്മെല്ല് കുറയും. എസെൻഷ്യൽ ഓയിൽ എന്ന് വെച്ചാൽ ഗുണം കൂടും, സ്മെല്ല് കുറയും. അപ്പം നമ്മൾ കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞു കുഴപ്പമില്ല, ഫ്രാഗ്രൻസ് ആഡ് ചെയ്തോ എന്നുണ്ട്. പക്ഷേ ഇതും നല്ലതാണ്. ഇത് അത്ര ഉണ്ടാക്കുന്ന ഒരു ആളുടെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്, കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുത്തൻകാട്ടിൽ ഹോം സ്റ്റേയിൽ വന്നു കഴിഞ്ഞാൽ ഷീബയും നസീറും നിങ്ങളെ സ്വന്തം ഫാമിലി പോലെ വെൽക്കം ചെയ്യും. ഞാൻ സോപ്പ് ഉണ്ടാക്കിയില്ല, അതുപോലെ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാം, ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കാം അല്ലേ, ഇടിയപ്പം ഊണാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദെൻ ഹാപ്പി ആയിട്ട്, റിഫ്രഷ്ഡ് ആയിട്ട്, റെജുവനേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം, ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള 2 ദിവസത്തിൻ്റെ ഓർമ്മകളുമായിട്ട്. സോ കോൾ ദിസ് നമ്പർ ആൻഡ് കം and have a nice time.